ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹാങ്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഡേ കെയർ ആണ്. അപ്പോൾ നമ്മൾ ഇവന് 2 വയസ്സായി. അപ്പോൾ നമ്മളിവനെ ഡേ കെയറിൽ വിടാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇവന് കളിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഡേ കെയറിലാകുമ്പം കളിക്കാനൊക്കെ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ആൾ എഴുന്നേറ്റു, ഫുഡൊക്കെ കഴിച്ചു, കുളിച്ചു, ഡ്രസ്സൊക്കെ ചെയ്ത് അപ്പോൾ പെയിൻ്റ് അടിക്കണമെന്ന് അങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് അവൻ തന്നെ കണ്ണാടിയും നോക്കി സുന്ദരനാണോന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നറിഞ്ഞിട്ടാണെന്നറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങുക, മമ്മിക്ക് ടാറ്റയൊക്കെ കൊടുത്ത്. ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തുനിന്നൊരു പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോ കാണുമ്പോൾ പ്രാർത്ഥിക്കും. നമ്മൾ കഴിഞ്ഞ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇനി നമുക്ക് ഡേ കെയറിൽ ചെന്നിട്ട് കാണാം. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ക്രഷാണ്. നമ്മുടെ അംഗൻവാടിയുടെ കീഴിലുള്ള ക്രഷ് 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് ഡേ കെയറിലേക്ക്. ഇത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഡേ കെയർ. ഒരു 6 മന്ത് തൊട്ട് 3 ഇയേഴ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒരു ഡേ കെയറാണ്. നമ്മളവിടേക്ക് സ്നാക്സ് ഐറ്റംസും എല്ലാം പിള്ളേർക്ക് കൊടുത്തിടണം. ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെയുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ ഡേ കെയറിലെത്തി നമ്മൾ ഗേറ്റ് തുറന്നപ്പോൾ തൊട്ടൊക്കെ ചെറിയതായിട്ടൊരു വിഷമമൊക്കെ വന്നു. കാരണം കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഇവനെയും കൊണ്ട് വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് തനിയെ നിർത്തിയിട്ട് അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ കരഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കൂട്ടുകാരോടെയൊക്കെ നിന്ന് ഓക്കെ ആയി. We reached daycare happy to see you all.